ഇപ്പോൾ നമ്മളിപ്പോൾ 2 മാസത്തിൽ കൂടുതലായി ഇറാനുമായിട്ടുള്ള ആ ഒരു ഇസ്രായേൽ അമേരിക്കയും ചേർന്ന് നടന്നൊരു യുദ്ധം. ഇപ്പോഴൊന്നും ആയിട്ടില്ല. ചർച്ചകൾക്ക് വേണ്ടി വിളിക്കുന്നുണ്ട്, ഇവർ നിരസിക്കുന്നുണ്ട്, ഇനിയും ചർച്ചകൾ നടത്തുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായിരിക്കും ഇതിൻ്റെ ഒരു പരിസമാപ്തി, ഇതിൻ്റെ അവസാനം എങ്ങനെയായിരിക്കും എന്നറിയും? ഇല്ല, ഇത് ഞാൻ പറയൂ, യുദ്ധം കൊണ്ട് ഒരാളും ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല. യുദ്ധങ്ങളെല്ലാം ശരിക്കും പരാജയങ്ങളാണ്. എല്ലാ യുദ്ധങ്ങളും പരാജയങ്ങളാണ്. നമുക്കറിയാമല്ലോ, യുദ്ധങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന മഹാഭാരതം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത്. കാരണം അതിൽ നിന്നുള്ളൊരു പാഠം എന്ന് പറയുന്നത് യുദ്ധം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം അത് വ്യതകൾ മാത്രമേ യുദ്ധങ്ങൾ സമ്മാനിക്കുകയുള്ളൂ. നമുക്കറിയാം, ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങൾ നേരത്തെ നടന്ന യുദ്ധങ്ങളെ പോലെ തന്നെയാണ്. അപ്പോൾ ആ യുദ്ധങ്ങൾ എന്ന് പറയുന്ന എല്ലാ കാലഘട്ടങ്ങളിലും അവിടെ ഉണ്ടാകുന്ന ജനങ്ങൾക്കും ആ ജനങ്ങളോട് ബന്ധപ്പെട്ട് ആശ്രയിച്ച് ജീവിക്കുന്ന മറ്റു പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ പോലും നമുക്കറിയാം അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ തിക്താനുഭവങ്ങൾ നമ്മൾ പോലും പേറുന്ന രീതിയിലേക്ക് ലോകം മാറിയെന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ യുദ്ധങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ആർക്കും അതിലൊരിക്കലും നേട്ടമുണ്ടാകില്ല. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ അവരുടേതായിട്ടുള്ള ഒരു എന്താ പറയുന്നത് ധീരോദാത്തതയുണ്ടല്ലോ, യുദ്ധത്തിലേക്ക് ഇറങ്ങാനുള്ള അത് ശമിക്കുന്നൊരു കാലഘട്ടമുണ്ട്. അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സന്ധിയിൽ ഏർപ്പെടും. കാരണം എല്ലാ കാലത്തേക്കും യുദ്ധം എന്ന് പറയുന്ന രീതിയിലൂടെ പിന്തുടർന്നു പോകാൻ ഒരു രാജ്യത്തിനുമാകില്ല. അങ്ങനെ വരുമ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇറാനുമായിട്ട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ സൗഹൃദത്തിൽ വർത്തിക്കാനും യുദ്ധമില്ലായ്മ ചെയ്യാനുമുള്ള അല്ലെങ്കിൽ സമാപിക്കാനുള്ള ഒരു സാഹചര്യം വിദൂരമല്ലെന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ പോകുമ്പോൾ അവരുടെ ഉണ്ടാകുന്ന ആ ഒരു ശത്രു എന്ന് പറയുന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിനോട് ബന്ധപ്പെട്ട സാമ്പത്തിക നേട്ടങ്ങളുണ്ട്. അതായത് ഇറാനിൻ്റെ മേഖലയോട് ബന്ധപ്പെട്ട് വരുന്ന സാമ്പത്തിക കാര്യങ്ങളിലുള്ള കണ്ണുനട്ടിരിക്കുന്ന അമേരിക്കയെ സംബന്ധിച്ച് അത് അവരുടേതായിട്ടുള്ള അഭിവൃദ്ധിയുടെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ അത്തരം കാര്യങ്ങളെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരോട് ബന്ധപ്പെട്ട് വരുന്ന സാമ്പത്തിക സ്രോതസ്സോ അല്ലെങ്കിൽ ജൈവ ഇന്ധനങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ലഭ്യതയോ അല്ലെങ്കിൽ അതിൻ്റെ പിടിച്ചെടുക്കലോ ഞങ്ങൾക്കിന് ആവശ്യമില്ലെന്ന് തോന്നുന്ന രീതിയിലേക്ക് അമേരിക്ക മാറിയിട്ടുണ്ടെങ്കിൽ ഈ യുദ്ധങ്ങൾ സമാപിക്കാം. അപ്പോൾ അതൊരു മതപരമായൊരു കാഴ്ചപ്പാടിലൂടെ അല്ല എന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റും. അത് സാമ്പത്തികത്തോട് ബന്ധപ്പെട്ട് വരുന്നത്. പക്ഷേ ഇറാനോടൊപ്പം യുദ്ധം ചെയ്യുന്ന അല്ലെങ്കിൽ ഇറാൻ്റെ ശത്രുപക്ഷത്ത് നിന്നുകൊണ്ട് അമേരിക്കയോടൊപ്പമാണെന്നുള്ള രീതിയിൽ യുദ്ധം ചെയ്യുന്ന സൗദി അറേബ്യയുടെ കാര്യം അവിടെ അങ്ങനെയല്ലെന്നാണ് നമുക്ക് കണക്കാക്കുന്നത്. കാരണം സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യവും ഇറാനുമായിട്ടുള്ള യുദ്ധം അത് ഒരിക്കലും അവസാനിക്കുള്ള ഒരു സാഹചര്യവും ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അതായത് യുദ്ധങ്ങളുടെ കാഴ്ചപ്പാടുകളെ അല്ലെങ്കിൽ യുദ്ധങ്ങളെയെല്ലാം മതപരമായ കാഴ്ചപ്പാടിലൂടെ അല്ലാതെ മനുഷ്യൻ്റെ ബോധത്തിലൂടെ കാണാൻ കഴിയുന്നൊരു സമൂഹം ഈ പറയുന്ന മധ്യപൗരസ്ത്യ ദേശത്തുണ്ടാകുമ്പോൾ മാത്രമേ ഇറാനും ഈ പറയുന്ന സൗദി അറേബ്യയും തമ്മിലുള്ള യുദ്ധം എന്നേക്കുമായിട്ട് അവസാനിക്കുകയുള്ളൂ. കാരണം നമുക്കറിയാം സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു പ്രദേശം ഇറാനുമായിട്ട് എന്നും ശത്രുതയിൽ വർത്തിക്കുന്ന ഒരു രാജ്യമാണ്. സൗദി അറേബ്യ ഉണ്ടാകുമെന്ന് പറയുന്നത് നമുക്കറിയാം വഹാബിസത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഇബിൻ തൈമിയോട് ബന്ധപ്പെട്ട് വരുന്ന ഇബ്നു ഹംബാലിൻ്റെ മദ്ഹബുകളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആശയത്തെ പേറിക്കൊണ്ടാണ് ഇബ്നു സൗദ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഈ സൗദി അറേബ്യ ഉണ്ടാക്കുന്നത്. അപ്പോൾ വഹാബിസത്തിൻ്റെ ആശയത്തിൽ അവർ മുന്നോട്ട് വെക്കുന്ന കാര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഷിയാക്കൾ എന്ന് പറയുന്നത് കാഫറുകളാണ്, ഷിയാക്കൾ എന്ന് പറയുന്നത് അമുസ്ലിങ്ങളാണ്. ഷിയാക്കളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു അസ്തിത്വം ലോകത്ത് മുസ്ലിങ്ങളോട് ചേർത്ത് വയ്ക്കേണ്ടതില്ലെന്ന് വാദിച്ച് ഒരു നാട് അല്ലെങ്കിൽ അതിന് ആധിപത്യമുള്ള അതിന് വേരോട്ടമുള്ള ഒരു പ്രദേശമാണ് സൗദി അറേബ്യ. നമുക്കറിയാം ഈ 1801 അതായത് സൗദി ഭരണകൂടത്തോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ഒരു വളർച്ച ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ തന്നെ ആ 1801 പോലും ഷിയാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് കർബല എന്ന് പറയുന്നത്. ഹുസൈനോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഷിയാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു ആരാധന മേഖല കൂടിയായിട്ടുള്ള കർബലയെ ഇടിച്ചു തകർത്തുകൊണ്ടാണ് സൗദിനോട് ബന്ധപ്പെട്ട് വരുന്ന ഭരണകൂടം മുൻപന്തിയിലേക്ക് വരുന്നത്. മാത്രമല്ല ഇവർ പറഞ്ഞു വെക്കുന്നത് ഖബറുകളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആരാധനാ രീതികളും ഇസ്ലാമിക ലോകത്ത് നിലനിൽക്കേണ്ടതില്ലെന്നൊരു വാദഗതി വെക്കുമ്പോൾ ഇതേ സൗദി ഭരണകൂടം ഇസ്ലാമിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്തിൻ്റെ ഭാഗമല്ലെന്ന് കരുതുന്ന ഷിയാക്കളോട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും തച്ചുടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇറാഖിനോട് ബന്ധപ്പെട്ട് വരുന്ന നജാഫ് എന്ന് പറയുന്ന പ്രദേശത്തോട്ടുണ്ടാകുന്ന മറ്റു ഇതുപോലെ ആരാധനാലയങ്ങൾ അതെല്ലാം തച്ചു തകർത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തച്ചു തകർക്കുമ്പോഴും സൗദി അറേബ്യയോട് ബന്ധപ്പെട്ട് വരുന്ന മുഹമ്മദിൻ്റെതായിട്ടുള്ള ഖബറിസ്ഥാനുകളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് ഒരു ആഗോള ഈ മുസ്ലിങ്ങളുടേതായിട്ടുള്ള ഒരു തീർത്ഥാടന പദ്ധതി സൗദി അറേബ്യ മുന്നോട്ട് വെക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ജൈവ ഇന്ധന ലഭ്യതയിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടത്തോടൊപ്പം തന്നെ ഈ തീർത്ഥാടന പദ്ധതിയിലൂടെ സമ്പന്നതയിലെത്തുന്ന ഒരു രാജ്യം കൂടിയാണ് സൗദി അറേബ്യ. ആ സൗദി അറേബ്യയുടെ കാഴ്ചപ്പാടുകളെ ഒരിക്കലും ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം അംഗീകരിച്ചിട്ടില്ല. നമുക്കറിയാം സൗദി ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഷിയാക്കളോട് ബന്ധപ്പെട്ട അവരുടെ ആരാധനകൾ തല്ലി തകർക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ലോകത്തുണ്ടാകുന്ന മുസ്ലിങ്ങളെല്ലാം തന്നെ കാബയും അല്ലെങ്കിൽ മദീനയും സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യയുടെ അപ്രമാദിത്വം പേറുന്ന സൗദി ഭരണകൂടത്തെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശിഷ്ട വ്യക്തികളായിട്ട് കണക്കാക്കുന്നത്. ഗാദിമുൽ ഹറമൈൻ എന്ന് പറയുന്ന ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു അലങ്കാരത്തോടു കൂടിയാണ് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും ഈ സൗദി ഭരണാധികാരികളെ കണക്കാക്കുന്നത്. ഇതിന് ശക്തിയുക്തം എതിർക്കുന്ന ഒരേ ഒരു രാജ്യമുള്ളതെന്ന് പറഞ്ഞാൽ അത് ഇറാൻ മാത്രമാണ്, അല്ലെങ്കിൽ ഷിയാക്കൾ മാത്രമാണ്. അപ്പോൾ സൗദി ഭരണാധികാരികളുടെ എല്ലാ ചെയ്തികളുടെയും എതിർക്കുന്നൊരു വിഭാഗമാണ്. നമുക്കറിയാം സൗദിൻ്റെ 7ാമത്തെ പുത്രനായിട്ടുള്ള മജീദ് ഇബ്നു സൗദാണ്
കാബയ്ക്ക് സ്വർണ്ണവാതിൽ പിടിപ്പിച്ചത്. അപ്പോൾ ഇസ്ലാമിക രീതിയെ എതിർത്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക കീഴ്വഴക്കങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടുമായിട്ട് സ്വർണം പൂശുന്ന ഒരു വാതിൽ സ്ഥാപിക്കുമ്പോൾ അതിന് ശക്തിയുക്തം എതിർത്ത ഒരു വിഭാഗം എന്ന് പറയുന്നത് ഷിയാക്കളായിരുന്നു, അതല്ലെങ്കിൽ ഇറാനിലെ ജനവിഭാഗമായിരുന്നു. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ സൗദി അറേബ്യക്കെതിരെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഇറാനെതിരെ നിലനിൽക്കുന്ന ഒരു വിഭാഗമായിരുന്നു ഈ രണ്ടുപേരും. പരസ്പരം മത്സരിക്കുന്ന വിഭാഗങ്ങളായിരുന്നു. നമുക്കറിയാം ഇപ്പോൾ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം 1948 രൂപീകരിക്കപ്പെടുമ്പോൾ അന്നത്തെ ഇറാനിക ഭരണാധികാരിയായിട്ടുള്ള ഈ മുഹമ്മദ് റിസ ഷാ പല്ലവി ഈ ഇസ്രായേലിനെ അംഗീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സൗഹൃദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം ആ സൗഹൃദം പോലും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതായത് അറബ് ദേശീയതയോട് ബന്ധപ്പെട്ട് വരുന്നൊരു കൂട്ടായ്മ ഇസ്രായേലിനെതിരെ മാത്രമല്ല, അത് ഇസ്രായേലിനെതിരെ കൂടിയാണെന്ന് ഇറാനെതിരെ കൂടിയാണെന്ന് ഇറാൻ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇസ്രായേലിനെ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറാകുന്നത്. നമുക്കറിയാം 1945 അറബ് ലീഗ് ഉണ്ടാകുന്നുണ്ട്. ആ അറബ് ലീഗ് ഉണ്ടാകുന്നതിൻ്റെ പ്രഥമ ലക്ഷ്യം എന്ന് പറഞ്ഞ് ഇസ്രായേലിൻ്റെ വളർച്ച അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ രൂപീകരണത്തെ തടയുക എന്നുള്ളത് മാത്രമല്ല, അറബ് ആ യൂണിറ്റി അല്ലെങ്കിൽ അറബ് നാഷണാലിസം, അറബ് ദേശീയത എന്ന് പറയുന്നത് തന്നെ ഇറാൻ ജനതയ്ക്കെതിരെയുള്ളൊരു ഒരു സൗഹൃദമായിരുന്നു. നമുക്കറിയാം 1960 ഒപ്പക് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാകുന്നത്. ഒപ്പക് എന്ന് പറയുന്നത് നമുക്കറിയാം ഓർഗനൈസേഷൻ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്ന് പറയുന്നതാണ്. ആ 60 ഉണ്ടാകുന്നത്. 68 അസോസിയേഷൻ ഓഫ് അറബ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഇറാൻ ഇല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ അറബ് രാഷ്ട്രങ്ങളുടേതായിട്ടുള്ള കൂട്ടായ്മ ഉണ്ടാക്കുന്നു. ആ കൂട്ടായ്മയിൽ നിന്നും ഇറാനെ പൂർണ്ണമായിട്ടും അവർ തള്ളിക്കളയുകയാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും ഇറാനെതിരെ നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ തലപ്പത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ. നമുക്കറിയാം 1979 വിപ്ലവം നടക്കുകയാണ്. എവിടെ? ഇറാനിൽ വിപ്ലവം നടക്കുമ്പോൾ ആ വിപ്ലവം നടക്കുന്ന വേളയിൽ തന്നെ, അതായത് ആ ഇറാനിലെ മദ്രസയിൽ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥി 250ഓളം വരുന്ന ആളുകളുമായി ഒരു സായുധ സംഘം ഈ മക്കയിൽ ചെന്ന് അവിടുത്തെ പ്രധാന പള്ളിയെ വളഞ്ഞു വയ്ക്കുന്നുണ്ട്. 2 ആഴ്ചത്തോളം ആ പള്ളിയെ അവർ തടങ്കിലാക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സൗദി പോലീസും അല്ലെങ്കിൽ സൗദിയിലെ സേനാ വിഭാഗവും ഈ 250ഓളം വരുന്ന ഇറാനിയൻ ഈ വിപ്ലവകാരികളും തമ്മിലുണ്ടാകുന്ന ഏറ്റുമുട്ടൽ, അതിൻ്റെ ഭാഗമായിട്ട് 130 സൗദി ഈ പട്ടാളക്കാർ മരിക്കുന്നു, 102 ഇറാനിയൻ തീവ്രവാദികൾ മരിക്കുന്നു. അപ്പോൾ 1979 തന്നെ ഖൊമേനിയുടെ ആ വിപ്ലവം നടക്കുന്ന കാലഘട്ടത്തിൽ, സമാന കാലഘട്ടത്തിൽ നിന്ന് സൗദി അറേബ്യക്കെതിരെ അവരുടെ വിപ്ലവം അല്ലെങ്കിൽ എതിർപ്പ് അവർ പ്രകടിപ്പിക്കുന്നുണ്ട്.